നെക്സ്റ്റ് മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റിയിൽ നമ്മുടെ മീൻ ഡീവിയേഷൻ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, അതായത് അൺഗ്രൂപ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ ക്വസ്റ്റ്യനിൽ എക്സും എഫും തന്നിട്ടുണ്ട്. അപ്പം നേരത്തെ പഠിച്ച പ്രോബ്ലം അനുസരിച്ച് നമ്മൾ മീൻ ഡീവിയേഷനോ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? മീൻ കണ്ടുപിടിക്കണം. അപ്പം എക്സും എഫും ഇങ്ങനെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വരുന്ന കേസിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട എഫ് എക്സ് കണ്ടുപിടിക്കണം. 4, 8, 24, 40, 30, 24, 40, 60. ആൻഡ് നമുക്ക് ഫോർമുല അനുസരിച്ച് വേണ്ടുന്നത് നമ്മൾ സിഗ്മ എഫ് വേണം, അത് കണ്ടുപിടിക്കുമ്പോൾ 20 എന്ന് കിട്ടും. സിഗ്മ എഫ് എക്സ് വേണം, വിച്ച് വിൽ ബി 160. അപ്പോൾ നമ്മൾ മീൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്തായിരിക്കും വരുന്നത്? സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്, which is 160 by 20, that is equal to 800. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കുന്ന വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടുന്നത് എക്സ് മൈനസ് എക്സ് ബാർ, അതിൻ്റെ മോഡുലസ് വേണം. അതായത് സൈൻ ഇല്ലാതെ ഡിഫറൻസ് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഹിയർ യു ഗെറ്റ് ദ ഡിഫറൻസ് ആസ് 6, 4, 2, 0, 2, 4, 6, 8. ഇങ്ങനെയാണ് എക്സ് മൈനസ് എക്സ് ബാർ നമുക്ക് ഡിഫറൻസ് കിട്ടുന്നത്. അതായത് എക്സ് എവിടെയാണ് കിടക്കുന്നത്? 2 മൈനസ് 8, 6, 4 മൈനസ് 8, 4, 6 മൈനസ് 8, 2, 8. അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പം ഇനി ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് മീൻ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു ഇവിടെ വരുമ്പോൾ എഫും കൂടെ വരുന്നുണ്ട്, എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ഡിവൈഡ് ബൈ എൻ മാറിയിട്ടുണ്ടാവും സിഗ്മ എഫ് ഉണ്ടാവും. ഓക്കെ, സോ നമുക്ക് ഇനി ഫോർമുല അനുസരിച്ച് വേണ്ടുന്നത് എന്താ? എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ആണ് വേണ്ടുന്നത്. അപ്പോൾ നമുക്ക് എഫും എക്സ് മൈനസ് എക്സ് ബാറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 6 are 12, 4 2s are 8, 2 4s are 8, 0, അടുത്ത 3 2s are 6, 4 2s are 8, 6 1 6, 8 1 8. അങ്ങനെ കിട്ടിയ സാധനം നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ, അതെന്ന് പറഞ്ഞാൽ 56 എന്ന് കിട്ടും. ഓക്കെ, സോ ടോട്ടൽ ഇസ് 56. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോർമുലയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. മീൻ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 56 ഡിവൈഡ് ബൈ നമ്മുടെ സിഗ്മ എഫ് എന്തായിരുന്നു? 20 ആണ്. ഓക്കെ, സോ നമുക്ക് 20 എന്ന് പറയുന്ന നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 times 2 28. അപ്പോൾ 28 by 10. ഇനിയും 2 വെച്ച് പോകും. പക്ഷേ സാധാരണ ഗതിയിൽ നമ്മൾ മാത്സിൽ എളുപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 10 ആണെങ്കിൽ ഡിവൈഡ് പിന്നെയും ചെയ്യേണ്ട ഒരു ഡെസിമൽ 10, ഒരു 0 ആയതുകൊണ്ട് ഒരു ഡെസിമൽ പ്ലേസ് കൊടുത്താൽ മതി. അപ്പോൾ സോ ആൻസർ ഇസ് 2.8. അപ്പം നമുക്ക് മീൻ ഡീവിയേഷൻ്റെ വാല്യൂ കിട്ടി. അപ്പം ക്ലിയർ ആണെന്ന് തോന്നുന്നു. മീൻ ഡീവിയേഷൻ ഫ്രം മീൻ ആണ് ചെയ്യുന്നത്. മീഡിയൻ ആണെങ്കിൽ മീഡിയൻ കണ്ടുപിടിച്ചിട്ടേ പ്രോസസ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പം മീൻ ഡീവിയേഷൻ ഫ്രം മീൻ ആണെങ്കിൽ ആദ്യം മീൻ കണ്ടുപിടിക്കും. മീൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എഫ് എക്സ് കണ്ടുപിടിക്കുക, സിഗ്മ എഫ് എക്സ് ബൈ എഫ്. ദെൻ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ, അതിന് എഫ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. ദാറ്റ് ഡിവൈഡ് ബൈ സിഗ്മ എഫ് വിൽ ഗിവ് യു ദ മീൻ ഡീവിയേഷൻ. ഓക്കെ, അപ്പം മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പിന്നെ ഫ്രം മീൻ എന്നൊന്നും പറയത്തില്ല. നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതേ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇത്രയും പാർട്ട് സെയിം ആണ്. ഇത്രയും പാർട്ട് സെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ കണ്ടുപിടിക്കുക എന്നുള്ളത് സെയിം ആണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ് ബാർ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ നമുക്ക് എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കും. ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുല നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുല വരുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ സിഗ്മ എഫ് എന്നുള്ളതാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ സിഗ്മ എഫ് എന്നുള്ളത്. മൊത്തത്തിലാണ് സ്ക്വയർ റൂട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഫോർമുല അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം വേണ്ടുന്നത് എക്സ് മൈനസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ നേരത്തെ കണ്ടുപിടിച്ച സ്ഥലത്ത് നമുക്ക് എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ വേണം.
നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം എക്സ് മൈനസ് എക്സ് ബാർ കണ്ടുപിടിച്ചിട്ട് പിന്നെ എക്സ് മൈനസ് എക്സ് ബാറിൻ്റെ ഹോൾ സ്ക്വയർ അങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെ ചെറിയ നമ്പേഴ്സാണ് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ എടുക്കുമ്പോൾ 2 - 8 6 ആയിരുന്നു, 36 എന്ന് കിട്ടി. അടുത്ത 4 - 8 4 ആയിരുന്നു, അപ്പോൾ 16 എന്ന് കിട്ടി. അടുത്തത് 2 ആണ് വരുന്നത്, അപ്പോൾ 4 എന്ന് കിട്ടും. ഞാൻ അഡിഷൻ എളുപ്പത്തിനാണ് 0. ഓക്കെ, 4 എന്ന് കിട്ടി. അടുത്തത് 0 ആയിരുന്നു, വീണ്ടും 4 16 36 64 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് വേണ്ടുന്നത് ഇതിൻ്റെ ടോട്ടലല്ല, പക്ഷെ നമുക്ക് വേണ്ടുന്നത് എന്തുവാ, എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാറിൻ്റെ ഹോൾ സ്ക്വയർ, അതിൻ്റെ ടോട്ടലാണ് വേണ്ടുന്നത്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ വേണമെങ്കിൽ എഫിനെ എക്സ് മൈനസ് എക്സ് ബാറിൻ്റെ ഹോൾ സ്ക്വയർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ശ്രദ്ധിക്കണം, ഇതല്ല ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. അതൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ 2 × 36 എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടും, 72 എന്ന് കിട്ടും. 2 × 16 എന്നുള്ളത് 32 എന്ന് കിട്ടും. 4 × 4 16 എന്ന് കിട്ടും. 0 3 4 12 എന്ന് കിട്ടും. അടുത്ത 2 × 16 32, 1 × 36 36, അടുത്ത 1 × 64 64. ഇതിൻ്റെ ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാറിൻ്റെ ഹോൾ സ്ക്വയർ അതെത്ര കിട്ടുന്നത്, 264 എന്ന് കിട്ടും. ഓക്കെ, 264 എന്നാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിരിക്കും വരുന്നത്, സ്ക്വയർ റൂട്ട് ഓഫ് 264 ഡിവൈഡ് ബൈ 20 എന്നുള്ളത്. ഇതിന് നമ്മൾ 20 വെച്ച് ക്യാൻസൽ ചെയ്ത് ഡിവൈഡ് ചെയ്ത് വരുമ്പം 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 times 2 132 എന്ന് കിട്ടും. അപ്പം 10 വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ഡിവിഷൻ വരുമ്പോൾ നമ്മൾ ഒരു ഡെസിമൽ പ്ലേസ് കൊടുത്താൽ 13.2 സ്ക്വയർ റൂട്ട് ഓഫ് 13.2 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്നത് 3.633 എന്നാണ് കിട്ടുന്നത് കേട്ടോ. കോളേജ് തുറന്ന് വരുമ്പോൾ വേണമെങ്കിൽ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത് പഠിപ്പിച്ച് തരാം. പക്ഷെ നിങ്ങൾക്ക് അഥവാ ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിൽ അത് ചെയ്യേണ്ട, ഇവിടം വരെ ആൻസർ കറക്റ്റായിട്ട് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അൺഗ്രൂപ്ഡ് ആണെങ്കിൽ നമുക്ക് എന്താ എഫ് എക്സ് വെച്ച് യൂസ് ചെയ്ത് ആദ്യം എന്ത് കണ്ടുപിടിക്കാം, മീൻ കണ്ടുപിടിക്കുക. അതിനുശേഷം എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കുക. അപ്പം ഹോൾ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് അതിന് എഫ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കറസ്പോണ്ടിങ് വാല്യൂസ് എഴുതുക, അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. സ്റ്റാൻഡേർഡ് ഡിവിഷൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാറിൻ്റെ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ സിഗ്മ എഫ്. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ ആൻസർ കിട്ടിയത് 3.633. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മീൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിക്കാം. ഓക്കെ, താങ്ക് യു.